അപ്പൊ കൂട്ടുകാരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പൊ ഞാൻ പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. പുതിയതെന്ന് വലിയൊരു സംരംഭം നല്ല കേട്ടോ, ചെറിയൊരു സംരംഭമാണ്. അച്ചാറിന്റെ. അപ്പൊ അത് ഏതൊക്കെയാണ്, അപ്പൊ നമുക്ക് കുറച്ച് ഓർഡർ ഒക്കെ കിട്ടിയിട്ടുണ്ട് മാഷാ അല്ലാ. പിന്നെ ഇന്നലെ അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പൊ ഇന്നലെ ഞാനൊക്കെ ആയിട്ട് കുറച്ച് ഓർഡർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്നും കുറച്ച് ഓർഡർ കിട്ടിയിരുന്നു. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മള് വീട്ടമ്മമാര് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറുമട്ടത്തിൽ ചെയ്താൽ അതൊരു നല്ല കാര്യമില്ല എന്ന് കരുതിയിട്ടാണ് ഞാനത് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ എല്ലാരും വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ആദ്യം നമ്മള് കുറച്ച് മീൻ അച്ചാറിന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതാണ് ഇത്. ഇപ്പൊ കൂടുതലൊന്നുമില്ല, ഓർഡർ ചെയ്തവർക്ക് മാത്രം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അല്ലാതെ നമ്മൾ കുറേ ഉണ്ടാക്കി വെക്കണമൊന്നുമില്ല. നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയതാണല്ലോ. അപ്പം നമുക്ക് കുറേ ഉണ്ടാക്കി വെച്ചാൽ അത് എന്താവാന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പം ഇത് മീനച്ചാർ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ മത്തി കൊണ്ടാണ് കേട്ടോ ഈ അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇത് മത്തി അച്ചാറാണ്. അടുത്തത് ഞാൻ കാണിച്ചു തരാം. അപ്പം അടുത്ത അച്ചാർ നമ്മളിതാ മാങ്ങച്ചാറാണ്. അതും ഇതുപോലെ തന്നെ കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇത് മാങ്ങച്ചാറാണ്. അപ്പോൾ അടുത്ത അച്ചാർ നമ്മളത് ഇതാ മിക്സ്ഡ് അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അച്ചാറിൽ ഞാൻ എല്ലാ പച്ചക്കറിയും ചേർത്തിട്ടുള്ളൊരു അച്ചാറാണിത്. അപ്പോൾ മിക്സ്ഡ് അച്ചാർ എന്ന് പറയാം. അങ്ങനെ 3 ഐറ്റം അച്ചാറിനാണ് ഇന്ന് ഓർഡർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിത് ഒക്കെ ഒന്ന് ബോട്ടിലിൽ ആക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇനി മീനച്ചാർ ഒന്ന് കുപ്പിയിലാക്കാം. അപ്പോൾ അച്ചാർ നമ്മൾ ആക്കുമ്പോൾ എപ്പോഴും സ്പൂണ് നനവില്ലാത്ത സ്പൂണോട്ട് തന്നെ അച്ചാറാക്കാൻ നോക്കുക. അതേപോലെ അച്ചാർ ഉണ്ടാക്കി വെച്ചാൽ അത് നല്ലോണം നല്ലോണം തണുത്തതിന് ശേഷം മാത്രം അടച്ചു വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ അച്ചാർക്ക് നമ്മൾ അതിൻ്റെ ആവിയൊക്കെ ഇറങ്ങിയിട്ട് അച്ചാർ പെട്ടെന്ന് കേടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മളിത് കേടാവാതിരിക്കാൻ ഒരു കെമിക്കൽ അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല. കേടാവാതിരിക്കാനുള്ള സാധനങ്ങളൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറുണ്ടല്ലോ, അതേ ആ ഒരു നമ്മൾ പെരയിൽ ഉള്ള മഞ്ഞളും മുളകൊക്കെ നമ്മൾ പെരയിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു അച്ചാർ. അപ്പോൾ അച്ചാറൊക്കെ കുപ്പിയിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലോണം ടേപ്പ് ചുറ്റണം. ആദ്യം നല്ലോണം മുറുക്കി അടക്കണം. അപ്പോൾ നമ്മൾ അച്ചാറിന് നമുക്ക് ലേബിൾ ഒട്ടിച്ച അപ്പോൾ ഇത് ഒട്ടിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മളിത് ഇതിമേ ടേപ്പ് ചുറ്റുന്നത്. അപ്പോൾ നമ്മളെ അച്ചാറിൻ്റെ പേര് ഇതാ അനൂസാണ് കേട്ടോ. അനൂസ് അച്ചാർ.
അപ്പം നമ്മൾ അച്ചാർ പാക്ക് ചെയ്യൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ അച്ചാർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞതുകൊണ്ട് കൊറിയറായിട്ട് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ നമുക്ക് മീൻ വേണമെങ്കിൽ മീനച്ചാറുള്ളൂ, ബീഫ് വേണമെങ്കിൽ ബീഫ് അച്ചാർ, എന്താ വേണമെന്ന് വെച്ചെങ്കിൽ ഓർഡർ ചെയ്താൽ നമ്മൾ അത് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ വേണമെന്നുണ്ടല്ലോ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിക്ക് മെസ്സേജ് ചെയ്താൽ മതി, അപ്പോൾ എത്തിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിക്കണമെങ്കിൽ ഒരു ലൈക്ക് തന്നിട്ട് പോകണം കേട്ടോ.